പശ്ചിമേഷ്യയെ വൻ യുദ്ധത്തിന്റെ നിഴലിലാഴ്ത്തിയ ഇറാൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ തങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഇറാൻ ആണവ പ്രശ്നത്തിലും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലും നിർണായകമായ മധ്യസ്ഥത വഹിക്കാൻ മോസ്കോ സന്നദ്ധമാണെന്നാണ് പുടിൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ പരിഹാര ശ്രമങ്ങൾ വിജയത്തിലെത്തണമെങ്കിൽ തർക്കങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളും ഒരുപോലെ സമാധാനത്തിന് തയ്യാറാകണമെന്ന നിബന്ധനയും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇറാൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി റഷ്യ മുന്നോട്ട് വെക്കുന്ന സമാധാന നിർദ്ദേശങ്ങൾ ഇപ്പോൾ തന്നെ അമേരിക്കൻ ഭരണകൂടത്തിനും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനും വ്യക്തമായി അറിയാവുന്നതാണെന്ന് പുടിൻ ചൂണ്ടിക്കാണിക്കുന്നു. മുൻപും പല നയതന്ത്ര ചർച്ചകളിലും റഷ്യ തങ്ങളുടെ നിലപാടുകൾ പരസ്യമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ അന്തിമമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടതും സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതും റഷ്യയല്ല, മറിച്ച് വാഷിംഗ്ടണും ടെഹ്റാനും അടങ്ങുന്ന പ്രധാന കക്ഷികളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈ നയതന്ത്ര നീക്കത്തിൽ റഷ്യക്ക് ഏറ്റവും വലിയ കരുത്താകുന്നത് ഇറാനുമായി അവർക്കുള്ള സവിശേഷവും ദൃഢവുമായ ബന്ധവുമാണ്. ഇറാനും റഷ്യയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ കൂട്ടുകെട്ട് വെറും ഒരു രാഷ്ട്രീയ സൗഹൃദമല്ല, മറിച്ച് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്ന് പുടിൻ അടിവരയിട്ട് പറയുന്നു. അമേരിക്ക പശ്ചിമേഷ്യയിൽ ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ചെലുത്തുമ്പോഴാണ് റഷ്യ ഇറാന് പൂർണ്ണ പിന്തുണയുമായി പരസ്യമായി രംഗത്തെത്തുന്നത്. എന്നാൽ ഇറാനുമായുള്ള ഈ അടുത്ത ബന്ധം റഷ്യയെ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അകറ്റുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ പരമ്പരാഗത ശത്രുക്കളായ അറബ് രാജ്യങ്ങളുമായും ഗൾഫ് മേഖലയിലെ മറ്റു പ്രമുഖ രാജ്യങ്ങളുമായും ശക്തവും സന്തുലിതവുമായ നയതന്ത്ര ബന്ധം നിലനിർത്താൻ റഷ്യക്ക് സാധിക്കുന്നുണ്ട്. സൗദി അറേബ്യയും UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുമായി റഷ്യ പുലർത്തുന്ന ഈ നല്ല ബന്ധം മേഖലയിൽ ഒരു നിഷ്പക്ഷ മധ്യസ്ഥനായി പ്രവർത്തിക്കുവാൻ മോസ്കോയ്ക്ക് കൂടുതൽ യോഗ്യത നൽകുന്നു. പശ്ചിമേഷ്യയിൽ നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളെ റഷ്യൻ പ്രസിഡന്റ് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. വർഷങ്ങളായി തുടരുന്ന രക്തച്ചൊരിച്ചിലിനും അസ്ഥിരതയ്ക്കും ഈ വെടിനിർത്തൽ ഒരു താൽക്കാലിക ശമനമാകുമെന്നാണ് റഷ്യയുടെ പ്രതീക്ഷ. നിലവിലെ സംഘർഷങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കുക എന്നതിനാണ് മോസ്കോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. പശ്ചിമേഷ്യയിൽ ഒരു താൽക്കാലിക സമാധാനമല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സുസ്ഥിരതയാണ് ഉണ്ടാകേണ്ടതെന്ന് പുടിൻ ആവശ്യപ്പെടുന്നുണ്ട്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങളും താൽക്കാലിക രാഷ്ട്രീയ താല്പര്യങ്ങളും കാരണം ഈ മേഖലയിലെ സമാധാനം എപ്പോൾ വേണമെങ്കിലും തകരാമെന്ന അവസ്ഥ മാറണം. വരും തലമുറകൾക്ക് കൂടി സമാധാനത്തോടെ ജീവിക്കാൻ പോന്ന ഒരു ശക്തമായ സുരക്ഷാ സംവിധാനം പശ്ചിമേഷ്യയിൽ രൂപപ്പെടേണ്ടതുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭരണകൂടത്തിനുള്ള വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ് പുടിന്റെ ഈ വാക്കുകൾ. ഇറാനെ സാമ്പത്തികമായും സൈനികമായും ഒറ്റപ്പെടുത്താൻ ട്രംപ് ശ്രമിക്കുമ്പോൾ റഷ്യ ഇറാനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് ആഗോളതലത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങൾക്കുള്ള വലിയൊരു വെല്ലുവിളി കൂടിയാണത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ റഷ്യയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതിന്റെ തെളിവാണ് പുടിന്റെ ഈ സജീവമായ ഇടപെടൽ. മുൻപ് അമേരിക്ക മാത്രം നിയന്ത്രിച്ചിരുന്ന പല നയതന്ത്ര മേഖലകളിലും ഇന്ന് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള ശക്തികൾ നിർണായക സ്വാധീനമായി മാറിക്കഴിഞ്ഞു. ഇറാന് ആണവ സാങ്കേതിക വിദ്യയിലും പ്രതിരോധ രംഗത്തും റഷ്യ നൽകുന്ന പിന്തുണ പാശ്ചാത്യ രാജ്യങ്ങളെ എപ്പോഴും അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. ഇറാൻ ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ പുടിന്റെ ഈ ഇറാൻ സൊല്യൂഷൻ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ഒരു വശത്ത് ഉപരോധങ്ങളിലൂടെ ഇറാനെ തളർത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ മറുവശത്ത് ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യമാണ് റഷ്യ മുന്നോട്ട് വെക്കുന്നത്. ഇത് മേഖലയിലെ യുദ്ധഭീതി ഒഴിവാക്കാൻ സഹായിച്ചേക്കും. ഗൾഫ് മേഖലയിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളുമായി റഷ്യയ്ക്കുള്ള സാമ്പത്തിക താല്പര്യങ്ങളും ഈ ഇടപെടലിന് പിന്നിലുണ്ട്. ഒപെക് പ്ലസ് സഖ്യത്തിലൂടെ സൗദി അറേബ്യയുമായി ചേർന്ന് അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില നിയന്ത്രിക്കുന്നതിൽ റഷ്യ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഏത് യുദ്ധ സാഹചര്യവും റഷ്യയുടെ സാമ്പത്തിക താല്പര്യങ്ങളെയും ആഗോള എണ്ണ വിപണിയെയും ദോഷകരമായി ബാധിക്കും. ഇറാന്റെ ആണവ പരിപാടി പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന ടെഹ്റാന്റെ വാദങ്ങളെ റഷ്യ പലപ്പോഴും പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ മേഖലയിൽ ഒരു ആണവ യുദ്ധമുണ്ടാകാൻ റഷ്യ ഒട്ടും ആഗ്രഹിക്കുന്നുമില്ല. ഈ രണ്ട് വശങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മധ്യസ്ഥതയ്ക്കാണ് പുടിൻ ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. റഷ്യയുടെ ഈ പുതിയ സമാധാന നിർദ്ദേശത്തോട് അമേരിക്കയും
ഇറാൻ ഗ്രൂപ്പും എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപ് ഭരണകൂടം ഇറാനുമേൽ കൂടുതൽ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണെങ്കിൽ പുടിന്റെ ഈ സമാധാന ശ്രമങ്ങൾ പ്രതിസന്ധിയിലായേക്കാം. എങ്കിലും റഷ്യയെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഒരു തീരുമാനമെടുക്കാൻ അമേരിക്കയ്ക്ക് എളുപ്പമാവില്ല. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ നയതന്ത്ര മേധാവിത്വം ഉറപ്പിക്കാനും അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്ക് തടയിടാനുമുള്ള വ്ളാഡിമിർ പുടിന്റെ കൃത്യമായ മാസ്റ്റർ പ്ലാനാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തുവരുന്നത്. ഇറാനുമായുള്ള അടിയുറച്ച സൗഹൃദവും അറബ് ലോകവുമായുള്ള നല്ല ബന്ധവും ഒരേ സമയം നിലനിർത്തിക്കൊണ്ട് റഷ്യ നടത്തുന്ന ഈ നീക്കം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കും. പ്രദേശത്ത് ദീർഘകാല സമാധാനം ഉറപ്പാക്കാൻ റഷ്യയുടെ ഈ ഇടപെടലിന് സാധിക്കുമോ എന്ന് വരും മാസങ്ങളിൽ വ്യക്തമാകും.